വിഷുവായിട്ട് നമ്മൾ രാവിലെ പൂരിയും കിഴങ്ങറിയാണ് ആക്കുന്നത്. പൂരി നമ്മളങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല, എണ്ണ ആയതുകൊണ്ട് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ ഇന്ന് നമുക്ക് പൂരി കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി, അങ്ങനെ പൂരിക്കുള്ള കിഴങ്ങറി ആക്കുവാണ്. ദെൻ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് പൂരി ഓരോന്നും മുക്കി പൊരിച്ചെടുക്കുവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ സ്ക്വയർ മാളിലേക്കാണ് പോയത്. അങ്ങനെ ഒരുപാട് പേരുടെ നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞങ്ങളും വാഴ കാണാൻ വേണ്ടി വന്നതാണ്. തിയേറ്ററിൽ നിന്ന് കരഞ്ഞില്ലെന്നേ ഉള്ളൂ, എങ്കിലും അത്രയ്ക്ക് ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഈ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും നല്ല പടമായിരുന്നു. വിഷു ആയതുകൊണ്ട് സെൻറ്റർ സ്ക്വയർ മാളിലും കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാണ്ടാണ് സിനിമയ്ക്ക് കയറിയത്. അതുകൊണ്ട് നമ്മൾ നേരെ ഹോട്ടൽ സോണയിലേക്കാണ് പോയത്. നമ്മൾ കലൂർ വരുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഫുഡാണ് ട്രൈ ചെയ്യാറുള്ളത്. ഇവരുടെ ബീഫ് സ്റ്റൂ പത്രിയും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ വരുമ്പോൾ കൂടുതൽ ട്രൈ ചെയ്യാറുള്ളത് ഇവരുടെ ബീഫ് സ്റ്റൂ പത്രിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത്, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വീട്ടിലെത്തിയപ്പം നമുക്കൊരു പായസം വെച്ച് കുടിച്ചാലോ എന്ന് തോന്നി. നമ്മൾ ഈസ്റ്റേണിൻ്റെ പായസം വെച്ചാണ് എന്നെ എടുത്തത്. നമ്മൾ പാലൊക്കെ തിളപ്പിച്ചെടുക്കുവാണ്. പായസം മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എല്ലാം അതിൽ തന്നെ ഉണ്ട്. നമ്മളങ്ങനെ തിളച്ച പാലിലേക്ക് നമ്മുടെ പായസം മിക്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈ മിക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പായസത്തിന് നെയ്യുടെ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഈ നെയ്ക്കകത്ത് കിടന്ന് നമ്മുടെ പായസം ഇങ്ങനെ വേവണം. അങ്ങനെ നമ്മുടെ വിഷു സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കുള്ള പായസം ഗ്ലാസ്സിലേക്ക് ആക്കി വെച്ചു. ഇനി പായസം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.